ഹായ് ഓൾ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇത് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനല്ല ചെയ്യുന്നത് കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഈ ചിക്കൻ കറി. ഞാനിത് പല പ്രാവശ്യം കഴിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഒരു ദിവസം എടുക്കണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് സമ്മതിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഇത് ചിക്കൻ കറി ചെയ്തപ്പോൾ ഞാൻ കയറി ഒരു വീഡിയോ എടുത്തത്. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്കിവിടെ സവോള ഞാനൊരു 3 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിലരിഞ്ഞ. ഇത് ചെറിയ ഉള്ളിയാണ്. ഇതൊരു 200, 250 ഗ്രാം വരും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒരേ അളവ് എടുക്കുന്നത് നല്ലത്. ഇത് എത്ര ക്വാണ്ടിറ്റി ഇത് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി. പിന്നെ ഒരു 6 പച്ചമുളകും ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചീനച്ചട്ടിയിൽ കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം എണ്ണ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ കേട്ടോ ഇട്ടിരിക്കുന്നത്. എണ്ണ ഇട്ടിട്ട് അതിലിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ഇതായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർക്കാം. 3 ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ തന്നെ അരിയണം. അതും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഇതുപോലെ അങ്ങ് അരിഞ്ഞിടുക. ഞാൻ ആദ്യം നമ്മുടെ ഇതിൽ കാണിച്ചില്ലായിരുന്നു തക്കാളി. അപ്പോൾ ഇത് 2 തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പൊടിയായിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് ഒരു ടേബിൾ സ്പൂണ്. പിന്നെ ഇത് മല്ലിപ്പൊടി 2 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂണ്. പിന്നെ ഇത് ഗരം മസാലയാണ്. ഇത് ഒരു 1.5 ടേബിൾ സ്പൂണുണ്ട് കേട്ടോ ഗരം മസാല. അതും ചേർത്ത് നല്ലപോലെ വഴറ്റുക. പിന്നെ ഇത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റി അതൊന്ന് ആ മസാലയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈരിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഇതൊരു വലിയ ചിക്കനാണ്, ഒരു കോഴിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഞാനത് മഞ്ഞളിലും തൈരിലും ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തായിരുന്നു. തൈരിലിട്ട് വാഷ് ചെയ്യുമ്പോൾ ആ ചിക്കനിൽ ആ ഒരു ഉളുമ്പില്ല അത് മാറിക്കിട്ടും മഞ്ഞളും തൈരും ഇടുമ്പോൾ. അതാണ് അങ്ങനെ വാഷ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റാണ് ചിക്കൻ ഒരു പകുതി വേവാകുമ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഞാൻ പൊതുവേ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ചിക്കനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് 15 മിനിറ്റ് ഇത് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് അടച്ച് വയ്ക്കണം. അതിന് മുന്നേ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റും കൂടെ ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. എന്താ ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ബൈ ബൈ, സീ യു.